ദയവായി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യനെ തിരിച്ചു കൊടുക്കണേ. കാരണം നേരം വെളുത്ത് ഇറങ്ങി വന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് മേടിച്ചാൽ ദയവായി എടുത്തവർ തിരിച്ചു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ പോലെ എനിക്ക് അത്രയ്ക്ക് വിഷമവും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഭഗവാന്റെ മണ്ണിൽ ജോലി ചെയ്തതിന് തിരിച്ചത് ദൈവം തമ്പാൻ തിരിച്ചെൻ്റെ കൈ കൊണ്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 1-2 രൂപയുടെ മുതലല്ല, 3-3.5 ലക്ഷം രൂപ വില വരുന്ന മുതലാണ്. സത്യം പറഞ്ഞ ഈ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 3 പവന്റെ മാലയും 2 ഗ്രാമിന്റെ ഒരു ഏലസുമാണ് നഷ്ടപ്പെട്ടത്. എവിടെയാണ് പോയതെന്ന് അറിയത്തില്ല. ചെങ്ങമനാട് നിന്ന് ഹരിപ്പാട് വരെ യാത്ര ചെയ്തു. അതിനിടയിലാണോ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഈ ചേട്ടൻ്റെ പേര് ഗണേശ് എന്നാണ്. കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. ചേട്ടൻ ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര നാളായി? ഇവിടെ ജോലിക്ക് വന്നിട്ട് 3 മാസം. 3 മാസം ആയതേ ഉള്ളൂ. കഷ്ടപ്പെട്ട് മേടിച്ച 3 പവന്റെ മാലയും 2 ഗ്രാമിന്റെ ഒരു ഏലസുമാണ് നഷ്ടപ്പെട്ടത്. ദയവായി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യനെ തിരിച്ചു കൊടുക്കണേ. ചേട്ടാ ഇപ്പം എത്ര ദിവസമായി പോയിട്ട്? 2-ാം തീയതി രാത്രി ഞാൻ പോകുന്നു. 3-ാം തീയതി വെളുപ്പിന് 5 മണിക്ക് നോക്കുമ്പോൾ മാലയില്ല. ചേട്ടൻ ഹരിപ്പാട് പോയിട്ട് ഈ അമ്പലത്തിൽ വന്ന് ഷട്ടൂരി നോക്കുമ്പോഴാണ് മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലും കുന്നിക്കോടും കൊട്ടാരക്കരയൊക്കെ പരാതി കൊടുത്ത്. ഇത് കിട്ടുന്ന സുമനസ്സുകളുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യനെ കൊടുക്കാതിരിക്കല്ലേ, നിങ്ങൾ കൊടുക്കണേ. നിങ്ങൾക്കറിയാം, ഒരു ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വില എല്ലാവർക്കും അറിയാം. ഈ ഒരു പാവപ്പെട്ടവൻ്റെയാണേ കൊടുക്കണേന്നാണ് ഞങ്ങൾക്ക് താഴ്മയായി അപേക്ഷിക്കാനുള്ളത്. 2-ാം തീയതി രാത്രി 8:55 വീട്ടിൽ നിന്ന് ഇറങ്ങി ചെങ്ങമനാട് പെട്രോൾ പമ്പിൽ വന്ന് എൻ്റെ ബൈക്ക് വെച്ചു. അപ്പോൾ 3-ാം തീയതി ഇവിടെ തിരുവാതിരയായിരുന്നു, മൊത്തം ജോബും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് 4:30 അമ്പലത്തിൽ വരണമായിരുന്നു. ഇനി ഹരിപ്പാട് വരെ പോവുകയും വേണമായിരുന്നു. അങ്ങനെ ഞാൻ ചെങ്ങനാട് നിന്ന് ലോറി, എൻ്റെ ബൈക്ക് ചെങ്ങനാട് പമ്പിൽ വെച്ചിട്ട് ഞാൻ ലോറി കയറി ഹരിപ്പാട് പോയി. ഹരിപ്പാട് ചെന്നപ്പോഴത്തേന് 12:30 പിന്നെ അവിടുത്തെ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും കാര്യമൊക്കെ പറഞ്ഞ് ഒരു 1:30 ആയപ്പോഴത്തേന് ഞാൻ തിരിച്ച് ലോറി തന്നെ കയറി പള്ളിക്ക ചെന്നു. അതിൻപോട്ട് പഴകുളമൊക്കെ ആയപ്പോഴത്തേന്ന് ഉറങ്ങി. പള്ളിക്ക വന്നിട്ട് തിരിച്ച് ഞാൻ ഒരു 5 മണി 5:05 അങ്ങനായിട്ട് പെട്രോൾ പമ്പിൽ വന്നു. അവിടുന്ന് ബൈക്കും എടുത്ത് പടിഞ്ഞാറ്റിങ്കര അമ്പലത്തിൽ വന്നിട്ട് ഷർട്ട് ഊരിയാൻ കുളിക്കാൻ പോകുമ്പം കഴുത്തെ 3 പവൻ്റെ ഒരു മാലയും 2 ഗ്രാമിൻ്റെ ഒരു ഏലസും ഉണ്ടായിരുന്നു. കെണ്ടാസ് നഷ്ടപ്പെട്ടു പോയി. കഷ്ടപ്പെട്ട് മേടിച്ച മുതല. ഹരിപ്പാട് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. 3-ാം തീയതി കൊട്ടാരക്കര സ്റ്റേഷനിലെ, കുന്നിക്കോട് സ്റ്റേഷനിലെ, ഈ 3 സ്റ്റേഷനിൽ. ചേട്ടാ അന്ന് ആനയും കൊണ്ട് പോയതാണ് അല്ലേ? അല്ല, ആന തിരിച്ച് എടുക്കാൻ പോയതാണ്. എടുക്കാൻ പോയിട്ട് തിരിച്ച് വന്ന് അമ്പലത്തിൽ വന്ന് ഷട്ടൂരി നോക്കുമ്പോൾ മാലയില്ല. ഇപ്പോഴത്തെ സ്വർണ്ണത്തിന്റെ ഒരു വില വെച്ച് ഇപ്പം നമ്മളെ കൊണ്ട് സ്വപ്നത്തിൽ പോലും മേടിക്കാൻ പറ്റത്തില്ല. ഒക്കത്തില്ല, ഒരിക്കലും മേടിക്കാൻ പറ്റത്തില്ല. വിലയ്ക്ക് എത്ര രൂപയുടെ സ്വർണ്ണം പോയി? അതിന്റെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഒരു 3 ലക്ഷം രൂപയ്ക്കകത്തുള്ള പോയി. 3 ലക്ഷം രൂപ മനസ്സാക്ഷിയുള്ളവർ കൊണ്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം 4 ദിവസമായി. ഇടയ്ക്കാണെങ്കിൽ ഇഞ്ചക്കാട് ഇറങ്ങിയായിരുന്നു, കാപ്പി കുടിക്കാൻ ഇറങ്ങിയായിരുന്നു. ആ സമയത്ത് മാല നോക്കുന്നുണ്ടോ? അല്ല, ആ സമയത്ത് നോക്കുന്നില്ല. ഞാൻ CC ക്യാമറ പോയി ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തപ്പം അവിടെ താഴെ വീഴുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. എവിടെ പോയതായിട്ടോ ഒരു ഇതുമില്ല. നമുക്കത് ആരെങ്കിലും കൈ കിട്ടുവാണെങ്കിൽ ദയവായിട്ട് തിരിച്ചു തരണമെന്ന് മാത്രമേ പറയാവുള്ളൂ. ഇപ്പോഴത്തെ സ്വർണ്ണ വില നോക്കുമ്പോൾ 1,02,000 രൂപ വരുന്നുണ്ട്. 3 പവനും 2 ഗ്രാമിന്റെ സ്വർണ്ണം കൂടെ ആകുമ്പോഴത്തേക്ക് 3-3 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്നുണ്ട്. നമ്മളെ കൊണ്ട് അത് സ്വപ്നം കാണാൻ പോലും ഒക്കുന്ന ഒരു ഇതല്ല. ദയവായി എടുത്തവർ തിരിച്ചു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ പോലെ എനിക്ക് അത്രയ്ക്ക് വിഷമവും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഭഗവാന്റെ മണ്ണിൽ ജോലി ചെയ്തതിന് തിരിച്ചത് ദൈവം തമ്പാൻ തിരിച്ചെൻ്റെ കൈ കൊണ്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാലയിൽ നടക്കുമ്പോൾ വെപ്രാളമായിരുന്നു. മനസ്സിനത് പെട്ടെന്ന് വെപ്രാളമായി.